തുള്ളി തുള്ളി നടക്കുന്ന കള്ളിപ്പെണ്ണെ കാക്കപ്പുള്ളിയുള്ള നിങ്കവിളിൽ നുള്ളി നോക്കട്ടെ ഒന്നും നുള്ളി നോക്കട്ടെ. മനുഷ്യ ഒച്ച പിള്ളേരെ പോലെ ഇപ്പൊ എങ്ങനെ ഉണ്ടടി? നന്നായിരിക്കുന്നു. ഇതേ ഇന്ന് നിങ്ങളുടെ കല്യാണമല്ല, നമ്മുടെ 40ാം വിവാഹ വാർഷികമാണ്. അതല്ലേ ഞാൻ ഇതെല്ലാം ഒരുക്കിയിരിക്കണത്. ഓ, ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അത് 40 കൊല്ലത്തിന് മുമ്പ് ഞാൻ ചിന്തിക്കേണ്ടായിരുന്നു. എന്തോന്ന് മനുഷ്യ? ഒന്നുമില്ലേ, ഇതെന്തോന്ന് കോലമടി. കുഴപ്പം? ആൾക്കാരൊക്കെ വരുമ്പോഴത്തേക്ക് നീ ഇത് ഇട്ടോണ്ടാണ് നിക്കണേ. ഇത് നല്ല ഡ്രസ്. ആ നിനക്കതാ ഞാൻ നല്ല ഡ്രസ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. നല്ല ഡ്രസ് വാങ്ങിച്ചു. ഇതെന്തോന്ന് മനുഷ്യ? ആ എന്റെ ഫ്രണ്ട്സ് ഒക്കെ വൈകിട്ട് വരുമ്പോ അവരെ മുമ്പ് നീ ഈ ഡ്രസ് വിട്ടും കൊണ്ട് ഡാൻസ് ചെയ്യണം. ഇതേ വാർഷികമാണ്, അല്ലാതെ ജോസ് പ്രകാശിന്റെ കൊള്ള സങ്കേതം അല്ല. വേണങ്ങാതളി ശാന്തേ, എനിക്ക് ഓർമ്മയുണ്ട്. എന്തോന്ന്? ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോ നീ ആ ജനലിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒളിഞ്ഞ് എന്നെ നോക്കി ചിരിച്ചത് ഞാൻ മറന്നില്ലടി. അയ്യോ മനുഷ്യ, ഞാനത് നിങ്ങളെ നോക്കി ചിരിച്ചതല്ല. നിങ്ങളെ തൊട്ടപ്പുറത്തൊരു കട്ട മീശയൊക്കെ ഉള്ള ഒരാളിരുന്നില്ലേ, ഞാൻ വിചാരിച്ച അതാണ് ചെറുക്കനെന്ന്. അയ്യോ, അത് പ്രായമുള്ള ഒരാളല്ലായിരുന്ന. അയ്യോ, നിങ്ങള് പിന്നെ ഇള്ളപ്പുള്ള ആയോണ്ട് വേണ്ടൂല. കല്യാണത്തിന്റെ അന്ന് ആദ്യ രാത്രി തന്നെ 4-5 നരച്ച മുടി ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചപ്പോ പറയല്ലേ, അയ്യോ ഡീ അത് ഭാഗ്യനരയാണ്. അയ്യോ, 365 ദിവസം കഴിഞ്ഞപ്പോ ഈ ഭാഗ്യങ്ങൾ അത്രയും അങ്ങ് കൊഴിഞ്ഞോണ്ടും ഇരുന്ന് കൊറേ ഭാഗ്യങ്ങൾ അങ്ങ് വന്നോണ്ടിരുന്നു. നീ അത്രക്കൊന്നും പറയണ്ട. നേരെ അങ്ങോട്ടൊന്ന് ഒരുങ്ങി നിന്റെ മുമ്പ് വന്നാ ആവനാഴിയിലെ മമ്മൂട്ടിയല്ലടിയായി. അയ്യോ, ഇത് ആവനാഴിയിലെ മമ്മൂട്ടിയല്ല, അടുപ്പിൽ വീണ് കരിഞ്ഞ മരം കൊത്തിയാണ്. എന്നാലും നമുക്ക് 3 മക്കളായില്ലേടി. ഓ, അതൊക്കെ ആയി. അതില് മൂത്ത തങ്കമണിയെ കെട്ടിച്ചാ, പൊന്നുമണിയെ കെട്ടിച്ചാ, സ്വർണ്ണമണിയെ കെട്ടിച്ചാ. കെട്ടിച്ചു മനുഷ്യ. എല്ലാരെയും കെട്ടിച്ചയച്ച്. ഇത് ആരെ കാശടി? ആരെ കാശ്? നിന്റെ കാശ് അല്ല, എന്റെ വല്ല ഊറപ്പേനാണ്ടായിരുന്ന. പെണ്ണ് കാണാൻ വന്നപ്പോ പറഞ്ഞേ സെക്രട്ടേറിയറ്റിലാണ് ജോലിയെന്ന്. കല്യാണം കഴിഞ്ഞപ്പോഴല്ലേ അറിയണത് സെക്രട്ടേറിയറ്റിന്റെ നടയെ സമരം കിടക്കണതാണ് ജോലിയെന്ന്. അത് ഇന്ന് ഫംഗ്ഷൻ ആൾക്കാർ വരുമ്പോഴേ കൊടുക്കാൻ ഞാൻ ശരിക്കും മധുരമൊക്കെ ഇട്ട് നല്ല 2 പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് പായസം കുടിച്ചുകൂടി ഷുഗറാണ്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ വൈകിട്ടാവുമ്പോ മറിയും. അപ്പൊ അതിനേക്കാൾ നല്ല പായസം കുടിച്ച് മറിയണല്ലേ. ചെറിയ ബോട്ടിൽ അടിക്കണതിന് വല്ല കുഴപ്പമുണ്ടാ? കുഴപ്പമുണ്ടാന്ന്. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞ്, ചേട്ടാ എനിക്ക് ഒരു കുഞ്ഞ് കല്ല് വെച്ചൊരു കൊച്ചു മോതിരം മാറ്റി തരണേന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ എന്തരെന്നറിയാ, വരവിന്റെ ഒരു മോതിരം മാച്ച് ആ വ്യാലിക്കല്ലിന്റെ പുറത്തുകൊണ്ട് വെച്ചിട്ട്, ഇതാ ശാന്തേ കല്ലേൽ വെച്ച മോതിരം എടുത്തോന്ന്. അങ്ങനെയല്ലടി. അയ്യോ, പിന്നെ പറ. ഞാൻ പറ. ഇത്തവണ അങ്ങനെയൊന്നും അല്ല. അയ്യോ, പറ ചേട്ടാ. ചേട്ടൻ പറ. ഇത്തവണ സമ്മാനമൊന്നുമില്ല.